രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. ഞാൻ എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധീന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേണുക തങ്കച്ചനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇപ്പൊ പുതിയ പേര്. എന്തോ ആയിക്കോട്ടെ മോളെ, ഒറ്റ കാര്യം പറയണം, വെറുതെ ന്യായീകരിക്കണ്ട. നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. കുറച്ച് ക്യാമറകൾ എടുത്തിട്ട് നിങ്ങളെ ചുറ്റും ആൾക്കാർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങളൊരു മമ്മൂട്ടി, മോഹൻലാല് അല്ലെങ്കിൽ കാവ്യ മാധവൻ, മഞ്ജു വാര്യറിനെ പോലൊക്കെ വലിയൊരു സെലിബ്രിറ്റി ആയിന്നൊന്നും ദയവ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിച്ചു വെക്കണ്ട. രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക്, വാലായിട്ടുള്ള സുധി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ആ വാല്, ആ നെയിം, ആ സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ എന്നുള്ള പരിഗണന കൊണ്ടാണ് നിങ്ങളെ വീഡിയോ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. അതിനെക്കുറിച്ച് യാതൊന്നും നമ്മൾ സംസാരിക്കാനില്ല. നമുക്ക് അത് സംസാരിക്കാൻ യാതൊരു അർഹതയുമില്ല, അവകാശവും ഇല്ല. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഈ തോന്നിവാസം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ട് അവരെ കുറെ ചീത്ത വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കേണ്ടതിന് പകരം, പശ്ചാത്തപിക്കുന്നതിന് പകരം, ഇതിനും വലിയ തെമ്മാടിത്തരം ചെയ്തവരൊക്കെ ഇന്നും നല്ല രീതിയിൽ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആയിട്ട് ഓടുന്നുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് ഇപ്പോഴും വലിയ ആർട്ടിസ്റ്റുകളായിട്ട് ഇവിടെ ഓടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് അബദ്ധം പറ്റി, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ട കുടുങ്ങി. നിങ്ങൾ ലൈവിലല്ല, നിങ്ങൾ തറ ചുണ്ടിന്റെ പ്രശ്നം കാണിക്കുകയാണ്. അതൊക്കെ ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? ദയവ് ചെയ്ത് ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങൾ മണ്ടന്മാരല്ല. നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് വേണേ ചെയ്തോ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, വരും തലമുറകള് ഈ സെലിബ്രിറ്റി ആവണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി, എങ്കിൽ നാലാളെ ഇടയിലേക്ക് ഒരു നിലയും വിലയും കിട്ടുന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. രേണു സുധി താമരശ്ശേരിയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടു, കുറെ ക്യാമറമാന്മാർ ഒപ്പരങ്ങ് പോവാണ്, PR വർക്ക് പോലെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേ നിൽക്കുക. മാങ്ങച്ചോട്ടിൽ എന്താണ് തത്തമ്മ ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ചാനലുകൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഊഞ്ഞാലാടുന്നത് എടുക്കുന്നു, നിങ്ങളൊരു ഷോക്സ് ഇട്ട് നടക്കുന്നു. അതൊക്കെ നിങ്ങൾ ഇഷ്ടം എങ്ങനെ വേണേൽ ചെയ്തു. പക്ഷെ ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പയ്യന്മാര് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകാൻ വലിയൊരു കാരണമാണ്. എങ്ങനെ